അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം നമ്മെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലേച്ചു നൽകുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലേച്ചു നൽകുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ അനുദിന വചനം. ഫോർ ഗോഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പേര് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. അവിടുത്തെ വചനം പറയും, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഭൂമിയിൽ മനുഷ്യർക്ക് അസാധ്യങ്ങളായ പല കാര്യവും ഉണ്ട്. എന്നാൽ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ നമ്മുടെ ദൈവമാണ്. നമ്മുടെ കർത്താവായ യേശുവാകുന്ന ദൈവമാണ്. കന്യക പുരുഷബന്ധമില്ലാതെ ഗർഭിണിയാകുക എന്നത് അസാധ്യമായൊരു കാര്യമാണ്. അതിനാൽ ദൈവദൂതൻ വന്ന് നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ മറിയം ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ദൂതൻ മറിയത്തോട് പറഞ്ഞ തിരുവചനമാണ് നമ്മളിപ്പോൾ കുറിവാക്യമായിട്ട് വായിച്ചത്. ദൂതൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന്. പുരോഹിതനായ സക്കറിയാവും എലിസബത്തും വയസ്സേറിയവരായിരുന്നല്ലോ. എലിസബത്തും ദൈവശക്തിയാൽ ഗർഭിണിയാകുന്നു. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, വായ കൊണ്ട് ഉരിയാടാനാവാത്ത, ഊമനായി മൗനം ദീക്ഷിക്കുന്ന ഒരു വിഗ്രഹമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ജീവനുള്ള സത്യദൈവമാണ്. വാക്ക് പറഞ്ഞ വിശ്വസ്തനായ ദൈവമാണ്. അടഞ്ഞ വാതിലുകൾ തുറന്ന് പുതുവഴി കാണിച്ചു തരുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. കടഭാരങ്ങളെ മാറ്റുന്നവനാണ്. രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. പാവച്ചെളിയിൽ നിന്നും നമ്മെ കോരിയെടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഉള്ളം കയ്യിൽ വഹിക്കുന്നവനാണ്. അവർക്ക് വേണ്ടി കരുതുന്നവനും പുതുവഴി തുറക്കുന്നവനുമാണ്. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന തിരുവചനം നാം ആവർത്തിച്ച് പറഞ്ഞ് ശക്തി പ്രാപിക്കണം. യെസ്, അങ്ങനെ ശക്തി പ്രാപിക്കണമെങ്കിൽ അടിയുറച്ച വിശ്വാസം വേണം. അടിയുറച്ച വിശ്വാസം, പതറാത്ത വിശ്വാസം വേണം. അമോര്യരുമായ യുദ്ധത്തിൽ യോശുവ വിശ്വാസവാക്കുകൾ ഇപ്രകാരം പറഞ്ഞു. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം
12 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. സൂര്യ, നീ ഗിബയോനിലും, ചന്ദ്ര, നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. കർത്താവ് ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. കർത്താവായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ഇപ്രകാരമുള്ള ഒരു പ്രകൃതിയിലെ ഈ സംഭവം സയൻസ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വചനത്തിൽ പറഞ്ഞ കാര്യം സംഭവിച്ചതായിട്ട് സയന്റിസ്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും വാക്കിനാൽ നിശ്ചലമാക്കുക ഇത് അസാധ്യമാണോ? യോശുവയ്ക്ക് അതെങ്ങനെ കഴിഞ്ഞു? കർത്താവുമായി സംസർഗത്തിലായ യോശുവ ദൈവത്തിൽ നിന്നും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ശക്തി സ്വരൂപിച്ച് വിശ്വാസവാക്കുകൾ പറഞ്ഞു. ദൈവമക്കളെ, മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യം. എബ്രാഹിമിന്റെ ജീവിതത്തിലേക്ക് കടന്നു എന്നാൽ ഇസഹാക്കിനെ അബ്രഹാം ബലിയർപ്പിക്കുന്ന സമയം കുഞ്ഞാടിനെ പകരം നൽകി. ഇസ്രായേൽ ജനം വെള്ളമില്ലാതെ അവശരായി അലഞ്ഞപ്പോൾ പാറയിൽ നിന്ന്, ശ്രദ്ധിക്കണം, പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ചു. ഇതെല്ലാം മനുഷ്യർക്ക് അസാധ്യമാണോ? ഏതു വലിയ പ്രശ്നങ്ങളുടെയും മധ്യത്തിലും നമ്മെ വിടിപ്പിപ്പാൻ നമ്മുടെ ദൈവം മതിയായവൻ. ഈ ലോകത്തിലെ ആരിലും ഉപരി നമ്മുടെ പ്രയാസങ്ങളെ അറിയുന്നവൻ നമ്മുടെ ദൈവം. അവന് നമ്മുടെ പ്രകൃതി അറിയാം, നമ്മുടെ ബലഹീനതകൾ അറിയാം, നമ്മുടെ എല്ലാ കുറവുകളോടും കൂടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും ദൈവം കാണുന്നു. നമ്മുടെ വേദനകളും പ്രയാസങ്ങളും തേങ്ങലുകളും ദൈവം കാണുന്നില്ലേ? കാണുന്നുണ്ട്. നമ്മോടൊപ്പം നമ്മുടെ വേദനകളിൽ പങ്കുചേരുന്നുമുണ്ട്. കണ്ണീരിനെ ഒപ്പിയെടുക്കുന്നു. ഞാനില്ലേ നിന്റെ ചാരെ എന്ന് പറഞ്ഞ് നമ്മെ തലോടുന്നു, എപ്പോഴും കൂടെ നടക്കുന്നു. ആ ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയ ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നുവെങ്കിൽ ലജ്ജിച്ചു പോകുവാൻ ഇടവരികയില്ല. 34 സങ്കീർത്തനം 5 വാക്യം ഇപ്രകാരം പറയുന്നു: അവങ്കലേക്ക്, കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമാണ് വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ നമ്മളോട് സംസാരിച്ചത്. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ കർത്താവായ ദൈവത്തിൽ വിശ്വസിച്ചാൽ, മകനെ മകളെ, നിന്റെ മുൻപിൽ എത്ര വലിയ മതിൽ വന്നാലും, ഏത് ചെങ്കടൽ വന്നാലും, ആ മതിൽ ഇടിച്ചു നിരത്തി ആ ചെങ്കടലിനെ വറ്റിച്ച ഉണക്ക നിലത്തിലൂടെ നടത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങി അവിടുത്തെ പൊൻകരം ഞങ്ങളെ താങ്ങിയതിനാൽ ഞങ്ങൾ ആരോഗ്യത്തോടെ ഉണർന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചതിനായി സ്തോത്രം. യേശപ്പാ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ബിസിനസ്സുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ, ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അസാധ്യമാണെന്നുള്ള ചിന്ത വിട്ടുമാറട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കൂടെയുണ്ട് എന്നുള്ള ആ വചനപ്രകാരം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവെ, അവിടുത്തെ ഉള്ളം കയ്യിൽ ഓരോ മക്കളെയും അവിടുന്ന് കരുതുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ ഭയം വിട്ടുമാറി, കർത്താവെ, നാളെക്കുറിച്ചുള്ള ആകുലത വിട്ടുമാറി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളെ ജയോത്സവമായി അവിടുന്ന് വഴി നടത്തുന്നതിനായി സ്തോത്രം. സകല ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്ന് മക്കൾ പൂർണ്ണമായി സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്ക് പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ തിരുസാന്നിധ്യം അവരുടെ കൂടെ ഇരുന്ന് മാനിക്കുന്നതിനായി, കരുതുന്നതിനായി, കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, വാർദ്ധക്യത്തിൽ ആയതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരും സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല, കാക്കുന്നില്ല, നോക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്നുള്ള ചിന്ത വിട്ടുമാറി അവിടുത്തെ തിരുസാന്നിധ്യത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് രുചിച്ചുകൊണ്ട് ശക്തിയോടെ, ബലത്തോടെ, പ്രത്യാശയോടെ
മുന്നോട്ട് പോകുവാൻ അവിടുന്ന് അവരെ സഹായിക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വിടുതലും കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ദയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ദയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ള